ഇന്ന് നമുക്ക് സംസ്കൃതത്തിലെ 3 ലിംഗഭേദങ്ങളെ നോക്കാം. ഒരാളുടെയോ വസ്തുവിന്റെയോ പേരിനെ കുറിക്കുന്ന പദത്തെ നാമം എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് ബാലകഃ, സീത, പുസ്തകം. നാമങ്ങളും അവയ്ക്ക് പകരം വരുന്ന സർവനാമങ്ങളും പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം എന്നിങ്ങനെ 3 ലിംഗങ്ങളിലാണ് ഉള്ളത്. മലയാളത്തില് ലിംഗത്തെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. ജീവനില്ലാത്ത വസ്തുക്കളെല്ലാം നപുംസകലിംഗങ്ങളാണ്. ജീവനുള്ള വസ്തുക്കളെ പുരുഷനെന്നും സ്ത്രീ എന്നും രണ്ടായിട്ട് വേർതിരിച്ചറിയാൻ സാധിക്കും. പുരുഷ രൂപത്തിലുള്ളതൊക്കെ പുല്ലിംഗവും സ്ത്രീ രൂപത്തിലുള്ളതൊക്കെ സ്ത്രീലിംഗവുമാണ്. നമുക്ക് ലിംഗം ഏതാണെന്ന് അറിയണമെങ്കിൽ അർത്ഥവും അറിഞ്ഞിരിക്കണം. എന്നാൽ സംസ്കൃതത്തിൽ മലയാളത്തിലെ എന്ന പോലെ ലിംഗം ആ വസ്തുവിന്റെ അർത്ഥത്തെ ആശ്രയിച്ചല്ല നിൽക്കുന്നത്. വാക്കിന്റെ, അതായത് ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭേദം തിരിച്ചറിയുന്നത്. സംസ്കൃതത്തില് അഥ നാമലിംഗാനുശാസനം എന്ന് തുടങ്ങുന്ന ഒരു പുസ്തകമുണ്ട്. അമരകോശം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് ലിംഗവ്യവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുക. ഇത് പഠിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും. ഇതല്ലാതെ ലിംഗവ്യവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴി നമുക്ക് നോക്കാം. എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല, എങ്കിലും ഒരു 90% വരെ കറക്റ്റാണ്. അപ്പോൾ വാക്കുകളുടെ അവസാനത്തെ ശബ്ദം നോക്കി ലിംഗം തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പുല്ലിംഗഃ. ഉദാഹരണം: വൃക്ഷഃ, രാമഃ, കൃഷ്ണഃ, സൂര്യഃ, പുരുഷഃ, ഗജഃ, അജഃ, ദർപ്പണഃ, ചഷകഃ. ഈ ഉദാഹരണങ്ങളിലെല്ലാം നോക്കിയാൽ മിക്കവാറും ആ എന്ന ശബ്ദത്തിൽ അവസാനിക്കുകയും വിസർഗം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ആയിൽ അവസാനിക്കുകയും വിസർഗം ഉണ്ടാവുകയും ചെയ്യുന്ന വാക്കുകളെ നമ്മൾ പുല്ലിംഗമായിട്ടാണ് കണക്കാക്കുക. അതായത് മലയാളത്തിൽ മരം നമുക്ക് നപുംസകലിംഗമാണ്, പക്ഷെ സംസ്കൃതത്തില് വൃക്ഷഃ എന്നുള്ളത് പുല്ലിംഗ ശബ്ദമാണ്. അപ്പം സംസ്കൃതവും മലയാളവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. അടുത്തത് നമുക്ക് സ്ത്രീലിംഗ ശബ്ദം നോക്കാം. വാക്കുകളുടെ അവസാനം ആ, ഈ എന്നിങ്ങനെ നീട്ടി ഉച്ചരിക്കുന്നവ മിക്കവാറും സ്ത്രീലിംഗമായിരിക്കും. അതായത് മാല, സീത, ബാലിക, സ്ഥലിക, നദി, യുവതി എന്നിങ്ങനെ നീട്ടി ഉച്ചരിക്കുന്നവ. മാല ഒരു വസ്തുവാണെന്ന് നമുക്കറിയാം, എങ്കിലും സംസ്കൃതത്തില് അത് സ്ത്രീലിംഗമാണ്. ഇനി നമുക്ക് നപുംസകലിംഗം നോക്കിയാലോ. അതായത് വാക്കുകളുടെ അവസാനം അം എന്ന അനുസ്വാരത്തിൽ അവസാനിക്കുന്നവയാണ്. അതായത് അന്ത്യത്തിൽ മു എന്ന ശബ്ദം വരുന്നത് മിക്കപ്പോഴും നപുംസകലിംഗം ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ലിംഗത്തിന്റെ വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ കവി എന്ന ഈ ശബ്ദം ഏത് ലിംഗത്തിൽ വരുമെന്ന് കമന്റ് ചെയ്യാമോ? നിങ്ങൾക്ക് ഇനി മുതൽ പുതിയ സംസ്കൃത വാക്കുകൾ കാണുമ്പോൾ അവ ഏത് ലിംഗത്തിൽ പെടുന്നു എന്ന് തിരിച്ചറിയാൻ ഈ ലളിതമായ വഴികൾ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു പാഠവുമായി വീണ്ടും നമുക്ക് കാണാം. ധന്യവാദः.